ഏട്ടൻ എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? ഞാൻ മുന്നിൽ വന്നിട്ട് പോലും അറിഞ്ഞില്ലല്ലോ. എന്താ ഏട്ടാ പറ്റിയേ? കണ്ണന് ചുമക്കുള്ള സിറപ്പ് വാങ്ങി വന്ന മനു മുറ്റത്തു നിന്ന് ദൂരെ എങ്ങോ നോക്കി ആലോചനയോടെ നിൽക്കുന്ന കാശിയുടെ ചുമലിലൂടെ കൈ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, ഞാനിങ്ങനെ ഓരോന്ന് ഓർത്ത് നിന്നുപോയതാണ്. മനുവിന്റെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് കാശി പറഞ്ഞു. അയാളെ കാണിക്കാൻ അമ്മയെ കൊണ്ട് പോകുന്ന കാര്യം ഓർത്താണോ ഏട്ടാ ഈ വിഷമം? മനു മെല്ലെ തിരക്കി. ഒരിക്കലുമല്ലടാ, അച്ഛൻ അമ്മയെ കാണണമെന്നത് എൻ്റെ കൂടെ ആഗ്രഹമാണ്. ചെയ്തുപോയ തെറ്റുകൾ ഓർത്ത് ഒരല്പം വിഷമിക്കുന്നത് നല്ലതല്ലേ? പിന്നെന്താ എൻ്റെ ഏട്ടന് ഇത്രയും സങ്കടം? ഒന്നുമില്ലാന്ന് പറയണ്ട. ഞാൻ എൻ്റെ കൂടപ്പിറപ്പിനെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ മുഖത്ത് കാണുന്ന ഓരോ ഭാഗവും ഇപ്പോൾ എനിക്കറിയാം. കാശിയുടെ തോളോട് തോൾ ചേർന്ന് നിന്ന് പറയുമ്പോൾ മനുവിൻ്റെ കണ്ണുകളിലും നനവൂറി. ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ സ്വന്തം അച്ഛനിൽ നിന്ന് അനുഭവിച്ച അവഗണനയും ആ കാലത്തെ ഒറ്റപ്പെടലുമൊക്കെ ഓർത്ത് നിന്നുപോയതാണ് മനു. എന്തൊക്കെ പറഞ്ഞാലും അച്ചച്ചനും അച്ചമ്മയും ഒന്നിനും എനിക്ക് കുറവൊന്നും വച്ചിട്ടില്ല. അതിപ്പോൾ ഫുഡായാലും പഠിത്തമായാലും ഒരു ഡ്രസ്സായാലും ഒക്കെ നല്ലതേ തന്നിട്ടുള്ളൂ. ആരൊക്കെ എന്തൊക്കെ ചെയ്തു തന്നാലും എത്രയൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛനമ്മമാരുടെ കരുതലും സ്നേഹവും അതൊന്ന് വേറെ തന്നെയാണ്. ഓർമ്മ ഉറച്ച കാലം മുതൽ 10-11 മാസം മുമ്പ് വരെ കാശിദേവ് ഒറ്റയ്ക്കായിരുന്നു മനു. ബോർഡിങ്ങിൽ നിന്ന് പഠിക്കുന്ന സമയം ഒരു പനിയോ ജലദോഷമോ ഒക്കെ വന്ന് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ആരെങ്കിലും അടുത്ത് ഉണ്ടായിരുന്നു എങ്കിലെന്ന് ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഞാൻ. അതൊരാഗ്രഹമായി തന്നെ നിലനിന്നു ഈ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് വരെയും. പണ്ടൊക്കെ എൻ്റെ അനിയനാണ് എന്ന ചിന്തയോടെ ആദിയോട് അടുത്തിടപെടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഹേമയ്ക്കും അവനും അതിൽ താല്പര്യമില്ലാന്ന് തോന്നിയതിൽ പിന്നെ ഞാനും അകന്നു നിന്നിട്ടേയുള്ളൂ. എത്രയൊക്കെ ഞാൻ വിഷമിച്ചിട്ടുണ്ടോ അതിനൊക്കെ പകരമായി എൻ്റെ ഒറ്റപ്പെടലിൽ നിന്നൊരു മോചനമായി ഈ ജന്മം എനിക്ക് സ്വന്തമായി എന്ന് പറയാൻ ഒരുവളെ ദൈവം കാത്തുവെച്ചിരുന്നു. എൻ്റെ അപ്പു. ഒരു നിയോഗം പോലെ അവൾ എന്നിലേക്ക് വന്നു ചേർന്ന അന്ന് മുതൽ ഈ നിമിഷം വരെയും എനിക്ക് ഒറ്റപ്പെടൽ എന്നൊരു സംഭവം തോന്നിയിട്ടില്ല. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടും നന്ദിയും ഹേമയോടും ആദിയോടുമാണ്. അന്ന് അപ്പുവിനെ വേണ്ടാന്നവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൾ എന്നിലേക്ക് വന്നു ചേർന്നത്. ഇപ്പോൾ എനിക്ക് എല്ലാവരുമുണ്ട്. അപ്പുവിനൊപ്പം തന്നെ നിങ്ങളെല്ലാവരും എനിക്കുണ്ട്. അമ്മ, നീ, അനു, കണ്ണൻ, അങ്കിൾ എല്ലാവരും. നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അച്ഛനും അച്ഛൻ്റെ ഭാര്യയ്ക്ക് മുന്നിൽ നിർത്തണം. മനു, എനിക്ക് എന്നെ തനിച്ചാക്കി അവഗണിച്ച ഞാനൊരു പിഴച്ച സ്ത്രീയുടെ മകനാണ് എന്ന് ആളുകൾക്ക് മുന്നിൽ കുറേ കാലം പറഞ്ഞു നടന്ന ആ ഹേമയ്ക്ക് മുന്നിൽ ഒരിക്കലെങ്കിലും എനിക്ക് നിന്നെയും അമ്മയെയും കൊണ്ടുപോയി നിർത്തണം. അതെൻ്റെ ഒരു വാശി കൂടിയാണ്. കിതപ്പോടെ പറഞ്ഞുകൊണ്ട് കാശി മനുവിൻ്റെ തോളിൽ മുഖം ചേർത്ത് വെച്ചു. തൻ്റെ കൂടപ്പിറപ്പിനെ അതിയായ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് മനുവും. അവർക്ക് പിന്നിലൊക്കെ കേട്ട് കണ്ണ് നിറച്ചു നിന്ന അപ്പുവിനെ ഒരു സഹോദരിയായി തന്നെ അനുവും ചേർത്ത് പിടിച്ചു. കാശിയേട്ടൻ രാവിലെ എന്നെ വിളിച്ചിരുന്നു സോണി. രാത്രി ആഹാരം കഴിക്കുന്ന സമയത്താണ് ആദി അവളോട് ആ കാര്യം പറഞ്ഞത്. അതെന്താ ഇപ്പോൾ വിളിക്കാൻ? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയൊന്നും പതിവില്ലല്ലോ. സോണി ചോദ്യഭാവത്തിൽ എന്ന അതിശയത്തോടെ അവനെ നോക്കി. കാശിയേട്ടൻ്റെ അമ്മയ്ക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞുവെന്ന്. നാളെ സൺഡേ അല്ലേ? നാളെ അവർ വരുമ്പോൾ ഞാനും അവരുടെ ഉണ്ടാവണം എന്ന് പറയാൻ വിളിച്ചതാണ്. ആ ബെസ്റ്റ്. ഇതിപ്പോൾ അറിയുമ്പോൾ നിങ്ങളുടെ അമ്മയ്ക്ക് ബാധ കയറിയിട്ടുണ്ടാവുമല്ലോ, സോണി പുച്ഛത്തോടെ പറഞ്ഞു. അവൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്ന? നിന്റെ അച്ഛനെ കാണാതിരിക്കാൻ അവൾക്ക് പറ്റില്ലേ? ഇവിടെ അവൾ വരണ്ട. അവൾക്ക് കാണാൻ ആരുമില്ല. അവളെയും ആർക്കും കാണണ്ട, നാശം പിടിക്കാൻ എന്ന അമ്മയുടെ അലറലാണ് സോണി ചോദിച്ചപ്പോൾ ആദിക്ക് ഓർമ്മ വന്നത്. അവർക്കെന്തിനാ ബാധ കയറുന്നത്? ആ വീട് അരുന്ധതി അമ്മയുടെയും അച്ഛൻ്റെയും പേരിലാണ്. അച്ഛൻ ഇപ്പോഴും ആ അമ്മയുടെ ഭർത്താവാണ്. അങ്ങനെയുള്ളപ്പോൾ അവരോട് അവിടെ വരണ്ട, ആരെയും കാണണ്ട എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ആദി സ്വയം പറഞ്ഞുകൊണ്ട് ചോറ് വാരി കഴിച്ചു. അല്ല, ഹേമ ആൻറ്റി ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അത് പോട്ടെ, നിങ്ങളുടെ അച്ഛൻ എന്തു പറഞ്ഞു? ദ ഗ്രേറ്റ് അനന്തൻ മേനോൻ. ചെറുചിരിയിൽ പുച്ഛം ഒളിപ്പിച്ച് സോണി തിരക്കി. അത് അന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ആ അമ്മയെ കാണാൻ അച്ഛന് ആഗ്രഹമുണ്ടെന്ന്. ഇന്ന് ഞാനത് പറഞ്ഞപ്പോൾ കണ്ണു നിറച്ച് എന്നെ ഒന്ന് നോക്കി, അത്രേ ഉണ്ടായുള്ളൂ. വിഷമത്തോടെയാണ് ആദ്യം അച്ഛൻ്റെ കാര്യം പറഞ്ഞത്. എന്തുകൊണ്ടോ മറ്റാരോടും ദേഷ്യവും വെറുപ്പും കാണിച്ചാലും അനന്തൻ എന്ന അച്ഛനെ വെറുക്കാൻ ആദിക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അയാൾ കണ്ണു നിറയ്ക്കും. ചിലപ്പോൾ ആ അമ്മയുടെ കാല് പിടിച്ചേക്കും. കാരണം നടുവൊടിഞ്ഞു കിടന്നുപോയ ഹേമയ്ക്ക് ഇനി അയാളെ നോക്കാൻ പറ്റില്ല. ഈ അമ്മയാവുമ്പോൾ ഒന്നുമില്ലെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടല്ലോ. ഇനിയുള്ള കാലം അരുന്ധതി അമ്മ മതി എൻ്റെ കൂടെ എന്ന് പറയാനും അയാൾക്ക് മടിയുണ്ടാവില്ല. എനിക്ക് ആ ഹേമയോടുള്ളതിനേക്കാൾ ദേഷ്യം അയാളോടാണ്, നിങ്ങളുടെ അച്ഛനോട്. നമ്മൾ എന്തിനാ അച്ഛനോട് ദേഷ്യം കാണിക്കുന്നത്? ഇപ്പോൾ ആ അമ്മയ്ക്ക് പോലും അച്ഛനോട് ദേഷ്യമോ വെറുപ്പോ ഇല്ലാഞ്ഞിട്ടാവില്ലേ കാണാൻ വരുന്നത്. ഇനി നമ്മളായിട്ടൊന്നും പറയണ്ട. അച്ഛച്ചനും അച്ഛമ്മയും ഒക്കെ ഉണ്ടാവും അവിടെ. എല്ലാ ദേഷ്യവും മാറ്റിവെച്ച് നീയും വരണം, അവളെ അനുനയിപ്പിച്ചുകൊണ്ട് ആദി പറഞ്ഞു. ഞാൻ വരും. അതെനിക്ക് അവിടെ ആരെയും കാണാനല്ല, എനിക്ക് ആ അമ്മയെ ഒന്ന് കാണണം. പിന്നെ അമ്മ നാളെ വരട്ടെ.
അവർക്ക് അയാളോട് ക്ഷമിക്കാൻ കഴിയില്ല എന്നാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ വിശ്വാസം. ഇനി അവർ ക്ഷമിച്ചാലും എനിക്ക് നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ക്ഷമിക്കാൻ പറ്റില്ല. അതുപോലെ മരിച്ചുപോയെന്ന് കേട്ടാലും എൻ്റെ അച്ഛനോടും ഞാൻ ക്ഷമിക്കില്ല. രോഷത്തോടെ കണ്ണുകൾ നിറഞ്ഞ നീരുറവയോടെ പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് പോയി സോണി. ആ പോക്കം നോക്കി തളർച്ചയോടെ തലയിൽ കൈതാങ്ങിയിരുന്നു പോയി ആദി. അച്ഛൻ കിടന്നില്ലേ? നേരം ഒരുപാടായല്ലോ. രാത്രി ദാഹം തോന്നി ഉണർന്ന മനു വെള്ളമെടുക്കാനായി ഇറങ്ങി വരുമ്പോൾ ഹാളിലിരിക്കുന്ന ശിവദാസനെ കണ്ട് ചോദിച്ചു. കിടന്നതാടാ, എന്തോ ഉറക്കം വന്നില്ല. നീ എന്താ എഴുന്നേറ്റ് വന്നത്? അനു ഒന്ന് വെള്ളം എടുത്തു കൊണ്ട് വെച്ചില്ല, അതെടുക്കാൻ വന്നതാ. കയ്യിലിരുന്ന സ്റ്റീൽ ബോട്ടിൽ കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അല്ല, അച്ഛൻ എന്താ ഉറക്കം വരാത്തത്? മരുന്നും കഴിച്ചിട്ട് ഉറങ്ങാതെ ഇരുന്നാൽ എങ്ങനെ ശരിയാവും? അയാൾക്കരികിലിരുന്ന് അയാളുടെ തോളിൽ ചാഞ്ഞുകൊണ്ടവൻ തിരക്കി. നാളെ അയാളെ കാണാൻ പോകുന്നത് അച്ഛൻ്റെ കുഞ്ഞിന് സങ്കടമാണോടാ? തീരെ ചെറിയൊരു കുഞ്ഞിനെ പോലെ മനുവിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അയാൾ അലുവോടെ ചോദിച്ചു. എന്തിനാ അച്ഛാ എനിക്ക് സങ്കടം? അമ്മയ്ക്ക് അയാളെ കാണണമെന്ന് പറഞ്ഞാൽ ഒരു മകൻ എന്ന നിലയ്ക്ക് കൂടെ നിൽക്കേണ്ട കടമയുണ്ട് എനിക്ക്. അവിടെ എനിക്കെന്തിനാ സങ്കടം? പറഞ്ഞുകൊണ്ട് അയാളുടെ തോളോട് ചേർന്നിരുന്നു മനു. അയാളാണോ നിന്റെയും അച്ഛൻ എന്ന് അറിയാൻ നിനക്ക് ആഗ്രഹമുണ്ടോ മനു? ഇല്ല, ഒരു തരിമ്പ് പോലും ഇല്ല. അയാളാണ് എൻ്റെ അച്ഛൻ എന്ന് അറിയുന്നതിലും അഭിമാനമുണ്ട് ഞാനൊരു തന്തയില്ലാത്തവനാണ് എന്ന് പറയുന്നത്. എനിക്ക് അയാളുടെ മകനാവേണ്ട. എനിക്ക് ഈ അച്ഛൻ്റെ മകനായാൽ മതി. എൻ്റെ അച്ഛൻ ഇതാണ്. അയാളെ ചുറ്റിപ്പിടിച്ചിരുന്നു മനു പറഞ്ഞു. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല അച്ഛൻ ചോദിച്ചത്. നാളെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നീ ആര് എന്നൊരു ചോദ്യം വരും. മകനാണെന്ന് പറയുമ്പോൾ ശാന്തിക്ക് സംഭവിച്ച കാര്യവും നിന്റെ ജനനവും കൂട്ടി വായിച്ച് അവർക്ക് ഇഷ്ടമുള്ള കഥകൾ ഉണ്ടാക്കാം. അത് നിന്റെ അമ്മയെ കൂടുതൽ തകർത്താലോ? എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് വേദനിച്ചാലോ എന്നൊക്കെ ഓർത്താണ് എനിക്ക് ആകെ ഒരു വല്ലായ്മ. അയാൾ ആശങ്കയോടെ പറഞ്ഞു. ഒന്നും ഉണ്ടാവില്ല അച്ഛാ, അച്ഛൻ വിഷമിക്കേണ്ട. ഞാനും മകനാണെന്ന് അയാളോടോ ആ വീട്ടുകാരോടോ പറയാൻ എനിക്കും താല്പര്യമില്ല എന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ എൻ്റെ ഏട്ടൻ കൈകാര്യം ചെയ്യോളും. അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് മനു പറഞ്ഞതിന് അയാളൊന്ന് മൂളി. കാശിയേട്ടന് നാളത്തെ ദിവസം ഓർത്ത് ടെൻഷനുണ്ടോ? അപ്പുവിനെ ചുറ്റിപ്പിടിച്ച് അവളുടെ മാറിൽ മുഖമമർത്തി കിടക്കുന്നവൻ്റെ ക്രമം തെറ്റിയ ഹൃദയമിടിപ്പ് അറിയവേ അവൻ്റെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് അവൾ ചോദിച്ചു. അമ്മയെ ഓർത്തുള്ള ടെൻഷനേ ഉള്ളൂ അപ്പോ എനിക്ക്. എൻ്റെ അമ്മ അയാളെ ഒരുപാട് സ്നേഹിച്ചിരുന്നതാവില്ലേ, പ്രണയിച്ചിട്ടുണ്ടാവില്ലേ? എന്നിട്ടും അയാൾക്ക് എങ്ങനെ തോന്നി പെട്ടെന്നൊരു സ്ത്രീയെ തൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ? ഇപ്പോൾ ആയാലും എൻ്റെ അമ്മയല്ലേ കഴിഞ്ഞ ജീവിതം മറന്നു പോയിട്ടുണ്ടാവുള്ളൂ. അയാൾക്ക് മറവിയൊന്നുമില്ലല്ലോ. എൻ്റെ അമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അയാൾക്ക് എന്ത് മറുപടിയാവും ഉണ്ടാവും? എല്ലാത്തിനും അപ്പുറം അയാളെയും ഭാര്യയെയും മകനെയും കാണുമ്പോൾ എൻ്റെ അമ്മയ്ക്കുണ്ടാകുന്ന വേദന, അതോർത്ത് മാത്രമേ എനിക്ക് ടെൻഷനുള്ളൂ. അവൻ പറയുന്നത് ഓരോന്നും കേൾക്കുമ്പോൾ അപ്പൂനും വല്ലാത്ത സങ്കടം തോന്നി. കാശിയേട്ടൻ പറയും പോലെ പ്രാണനെ പോലെ സ്നേഹിച്ചവൻ മറ്റൊരു പെണ്ണിനും കുഞ്ഞിനും അവകാശിയായി മുന്നിൽ നിൽക്കുന്നത് കാണുമ്പോൾ എത്ര ധൈര്യം കാണിച്ചു നിന്നാലും ഏതൊരു പെണ്ണിനും വല്ലാതെ നോവും. ഇവിടെ ആകെ ഒരു ആശ്വാസം അമ്മായിയുടെ കഴിഞ്ഞ കാല ജീവിതം മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവ് മാത്രമേ ആ പാവത്തിനുള്ളൂ. അതിൽ പകുതിയും പറഞ്ഞിട്ടില്ല. എത്ര ദയനീയമായ ജീവിതമാണ് അമ്മായിയുടെയും. അവരെക്കുറിച്ച് ഓർത്തോർത്ത് ഒടുവിൽ അപ്പു കരഞ്ഞുപോയി. അപ്പോ എന്താടാ, എന്തിനാ കരയുന്നേ? അവളുടെ വിങ്ങിപ്പൊട്ടിയുള്ള കരച്ചിൽ കേൾക്കെ കാശി പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്ന് ചോദിച്ചു. എനിക്ക് അമ്മായി ഓർത്തപ്പോൾ കരച്ചിൽ വന്നു പോയതാണ്. കാശിയുടെ മുഖത്തേക്ക് നോക്കാതെ മുഖം കുനിച്ചിരുന്ന് അപ്പു പറഞ്ഞു. കാശിയേട്ടൻ്റെ അപ്പൂട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. അമ്മ അതൊക്കെ മനസ്സുകൊണ്ട് അംഗീകരിച്ചല്ലോ. അത് മതി. നമുക്കിനി അമ്മയ്ക്ക് എന്താണോ സന്തോഷം അതുപോലെ ജീവിക്കാൻ നമുക്ക് അമ്മയ്ക്കൊപ്പം നിൽക്കാം. റെഡ് ഡ്രസ്സിൽ ചാരിയിരുന്ന് അവളെ പൊക്കിയെടുത്ത് മടിയിൽ വെച്ചു ആ മുഖത്താകെ ചുണ്ടു ചേർത്തുകൊണ്ട് കാശി പറഞ്ഞു. ഞാനേ അമ്മായിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്താ ചെയ്യുക എന്നറിയാതെ ഓർത്തുപോയി കാശിയേട്ടാ. അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റി മുഖത്തോട് ചേർത്ത് വെച്ച് അപ്പ പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്താൽ നീ എന്ത് ചെയ്യും എൻ്റെ അപ്പൂട്ടാ? അവളുടെ കവളിൽ മൂക്കുകൊണ്ടെന്ന് ഉരസിക്കൊണ്ട് കുസൃതി ചിരിയോടെ കാശി ചോദിച്ചു. എന്നെ മറന്നു മറ്റൊരു പെണ്ണിനെ സ്നേഹിച്ച? അപ്പോൾ കാശിയേട്ടനെ ഒരു നിമിഷം പോലും ചിന്തിക്കാനില്ലാതെ പറഞ്ഞിട്ട് അവൻ്റെ ചുണ്ടിൽ അമർത്തി കടിച്ചു വലിച്ചു വിട്ടു അപ്പു. വേദനയോടെ നിലവിളിച്ചുകൊണ്ട് തന്നെ നോക്കി പേടിപ്പിക്കുന്ന പെണ്ണിൻ്റെ കൂർത്തുനിന്ന ഇതളുകളെ കാശി ഒന്നാകെ കടിച്ചെടുത്ത് വിഴുങ്ങിക്കളഞ്ഞു. അപ്പോസേ, കാശിയേട്ടൻ്റെ അപ്പൂട്ടൻ പിണക്കമാണോടാ കുഞ്ഞെ? അപ്പുവിൻ്റെ നഗ്നമായ ചുമലിൽ ചുണ്ടുരസിക്കൊണ്ട് കാശി ചോദിച്ചു. മിണ്ടാതെ കിടന്നേ കാശിയേട്ടാ, ചുമലൊന്ന് വെട്ടിച്ചുകൊണ്ട് പെണ്ണ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും എൻ്റെ പൊന്നെ? അവളുടെ പുതപ്പിനുള്ളിൽ നൂണ്ടുകയറി ആ വയറിൽ ഇക്കിളിയിട്ടുകൊണ്ട് അവൻ തിരക്കി. വിട്ടെ പൊക്കെ ഓടുന്നു. പാവമല്ലേ, ടെൻഷൻ അടിച്ചിരിക്കുമല്ലേ എന്നൊക്കെ ഓർത്ത് ഒന്ന് കൊഞ്ചിച്ചപ്പോൾ അപ്പു മുഴുവനും പറയാതെ അങ്ങ് നിർത്തി. കൊഞ്ചിച്ചപ്പോൾ അവളുടെ മൃദുലതകളിലൂടെ അമർത്തി തലോടിക്കൊണ്ടവൻ അവളുടെ പിൻകഴുത്തിൽ ചുണ്ടുകൾ പതിപ്പിച്ചു. ഒന്നുമില്ലെൻ്റെ പൊന്നോ, മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോ. നാളെ രാവിലെ പോകേണ്ടതല്ലേ? അവൻ്റെ വിരലുകളുടെയും ചുണ്ടിൻ്റെയും ചലനത്തിൽ പിടഞ്ഞ് കുതറിക്കൊണ്ട് അപ്പു പറഞ്ഞു.
അതൊക്കെ നമുക്ക് ഉറങ്ങാമെൻ്റെ അപ്പൂട്ടാ. അതിനു മുമ്പ് ഒന്നുകൂടെ പ്ലീസ്. അവളുടെ ആ കുഞ്ഞു ചുഴിക്കുള്ളിൽ വിരലുകൾ ആഴ്ത്തിക്കൊണ്ട് കാശി പറഞ്ഞു. ഇനിയുമോ? വേണ്ട. അപ്പു ഒരു വിറയലോടെ അവന് നേരെ തിരിഞ്ഞു കിടന്നു കാശിയുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. വേണമല്ലോ എൻ്റെ അപ്പൂട്ടാ. നിന്റെ കാശിയേട്ടൻ വീണ്ടും വീണ്ടും എന്തൊക്കെയോ തോന്നുന്നടി പെണ്ണെ. പറഞ്ഞുകൊണ്ട് അപ്പുവിനെ ബെഡിലേക്ക് മലർത്തി കിടത്തി അവളിലേക്ക് ചായുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ ആ കഴുത്തിൽ ഇക്കിളിയിട്ടു. അപ്പു ആകട്ടെ അടക്കി ചിരിച്ചുകൊണ്ട് അവനെ തന്നിലേക്ക് ചേർത്തു. ഇങ്ങനെ മുഖവും കയറ്റിപ്പിടിച്ച് നിൽക്കുന്നത് എന്തിനാണ് എൻ്റെ കാശിയേട്ടാ? അരുന്ധതിയെയും കൂട്ടി അനന്തനെ കാണാൻ പോവാൻ റെഡിയായി വന്ന അപ്പു വല്ലായ്മയോടെ നിൽക്കുന്ന കാശിയോട് തിരക്കി. അറിയില്ലടി, എന്തോ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതും പ്രത്യേകിച്ച് ആ സ്ത്രീ, അവരെ ഓർത്തപ്പോൾ ആകെ ഒരു വല്ലായ്മ. കാശി അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്ന് ഓർത്ത് ഇനിയിപ്പോൾ വിഷമമൊന്നും വേണ്ട. എന്തായാലും പോകണം. പോകാതെ പറ്റില്ലല്ലോ. അമ്മായിയുടെ മനസ്സിലെ വിഷമം ആൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കട്ടെ. അതുപോലെ ഈ കഴിഞ്ഞ കാലമൊക്കെ എൻ്റെ കാശിയേട്ടൻ്റെ മനസ്സിൽ അടക്കി വെച്ചിരുന്ന അച്ഛനോട് ചോദിക്കാനുള്ള കുറേയേറെ ചോദ്യങ്ങളില്ലേ, പരിഭവങ്ങൾ, പരാതികളൊക്കെ ഇല്ലേ, അതൊക്കെ ഇന്ന് കൊണ്ട് പറഞ്ഞു തീർക്കണം. അതോടെ ഈ വിഷമവും മൂടിക്കെട്ടലും മാറിക്കോളും. കാശിയുടെ നെഞ്ചോരം ചേർന്ന് നിന്ന് ഇടനെഞ്ചിൽ ചുണ്ടമർത്തി വെച്ചുകൊണ്ട് അവനൊരു ആശ്വാസത്തിനെന്ന പോലെ അവൾ മെല്ലെ പറഞ്ഞു. എൻ്റെ അപ്പുവാണോ ഇത് കുഞ്ഞുവായി ഈ വലിയ വലിയ വർത്തമാനമൊക്കെ പറയുന്നത്? ഇരു കൈയിലുമായി അവളുടെ മുഖം പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ തിരക്കി. ആരാ കുഞ്ഞ്? ഞാൻ വലുതാണ്. ഇപ്പോൾ കാശിയേട്ടന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് എന്നെ കുഞ്ഞു കുഞ്ഞ് എന്നൊരു പറച്ചിൽ. എനിക്കതങ്ങോട്ട് അത്ര പിടിക്കുന്നില്ല കേട്ടോ. അവൻ്റെ കൈ തട്ടി മാറ്റി കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അല്പം നീങ്ങി നിന്ന് പെണ്ണു. അത് ശരിയാണല്ലോ. എൻ്റെ അപ്പൂട്ടൻ അത്ര കുഞ്ഞൊന്നുമല്ലെന്ന് ഈ കാശിക്കല്ലാതെ മറ്റാർക്കാണ് അറിയുക? എൻ്റെ കുറിഞ്ഞിപ്പൂച്ച അത് ഇന്നലെ കൂടെ തെളിയിച്ചതല്ലേ. അടക്കി ചിരിച്ചുകൊണ്ടവൻ പറയവേ അപ്പു പല്ല് കടിച്ചുകൊണ്ട് അവനെ തുറച്ചു നോക്കി. യോ, സംസാരിച്ചു നിന്ന് നേരം പോയി. വാ നമുക്ക് പോകാം. ദേ മനുവാണ് വിളിക്കുന്നത്. കാശി ചിരിയടക്കി കയ്യിലിരുന്ന ബെല്ലടിച്ച ഫോണിലേക്ക് നോക്കി പറഞ്ഞിട്ട് പോകാനിറങ്ങി. പിന്നെ കൂടുതലൊന്നും പറയാതെ അപ്പുവും വീട് പൂട്ടി അവനൊപ്പം ഇറങ്ങി. നമുക്കൊരു കാറ് വാങ്ങണം അപ്പൂട്ട. മനുവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ്റെ വയറിൽ കൈ ചുറ്റി മുതുകിൽ ചായച്ച് പിന്നിൽ ഇരിക്കുന്നവളോടായി കാശി മെല്ലെ പറഞ്ഞു. അത് ഞാനും പറയാനിരിക്കുമായിരുന്നു. ഇപ്പോൾ കാർ ആവശ്യമല്ല, അത്യാവശ്യമാണ്. അമ്മായിക്ക് ഇവിടെ വരണമെന്ന് പറയുമ്പോഴൊക്കെ മനുവേട്ടനല്ലേ കൊണ്ടുവരുന്നേ. നമ്മൾ കാറ് വാങ്ങിയാൽ നമുക്ക് പോയി കൂട്ടിക്കൊണ്ടുവരാം. അതുപോലെ ഹോസ്പിറ്റലിലോ അമ്പലത്തിലോ ഒക്കെ പോകുമ്പോൾ ഒരുമിച്ച് പോവുകയും ചെയ്യാമല്ലോ. അപ്പു അവൾക്ക് അത് സമ്മതമാണ് എന്ന പോലെ പറഞ്ഞു. എന്നാ പിന്നെ ഉടനെ നോക്കാം അല്ലേടാ? അവളുടെ കൈ പിടിച്ചെടുത്ത് ചുംബിച്ചുകൊണ്ട് കാശി തിരക്കി. പെണ്ണൊന്ന് നേർത്തു മൂളി. മനുവിൻ്റെ കാറിലാണ് എല്ലാവരും കൂടെ അഭിരാമത്തിലേക്ക് പോയത്. മുറ്റത്ത് കാർ ഒതുക്കി നിർത്തിയിട്ട് ഓരോരുത്തരായി ഇറങ്ങി ഏറ്റവും ഒടുവിലാണ് അരുന്ധതി ഇറങ്ങിയത്. ആ മുറ്റത്ത് കാൽ മുറുകെ ചവിട്ടി നിന്ന് ആ ഇരുനില വീട്ടിലേക്ക് നോക്കുമ്പോൾ അവരുടെ മിഴികൾ എന്തിനോ ഇറനണിഞ്ഞു. അമ്മേ. അമ്മയുടെ മുഖം മാറിയത് കണ്ട് കാശി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു. ഏയ് വെറുതെ ഒന്നുമില്ലടാ. അവരൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് മെല്ലെ പറഞ്ഞു. ഇതെന്താ വെളിയിൽ തന്നെ നിൽക്കാൻ പോകുവാണോ? കയറി വന്ന എല്ലാവരും. സിറ്റൗട്ടിൽ നിന്ന് സോണി മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞു. ആ വരുവാ. മറ്റാരും ഒന്നും മിണ്ടിയില്ല എങ്കിലും ശിവദാസൻ പുഞ്ചിരിയോടെ തന്നെ അവളോട് പറഞ്ഞു. അതുപോലെ ആദ്യം ആ വീട്ടിലേക്ക് കയറിയതും അയാൾ തന്നെയായിരുന്നു. പിന്നാലെ അനുവും അപ്പവും. ഏറ്റവും ഒടുവിൽ രണ്ടു മക്കളുടെയും കൈ പിടിച്ച് ആ വീടിന്റെ പടികൾ കയറുമ്പോൾ അരുന്ധതിയുടെ കാലുകൾ പോലും വിറയാർന്നു. ആ വീടിനുള്ളിലായിരുന്നില്ലേ ഭർത്താവിനെയും കുഞ്ഞിനെയും കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ. ഇതിനുള്ളിൽ തന്നെ ആവില്ലേ ഉയിരും ഉടലും പങ്കുവെച്ച് ഞാൻ ആ മനുഷ്യന്റെ ഒപ്പം കഴിഞ്ഞത്. എന്നിട്ട് ആ വീട്ടിൽ തന്നെ മറ്റൊരു സ്ത്രീക്കൊപ്പം കഴിയാൻ എങ്ങനെ തോന്നി? എത്ര അടക്കി പിടിച്ചിട്ടും തനിക്ക് അയാൾ ആരുമല്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടും ഇന്ന് ആ മുഖം പോലും ഓർമ്മയില്ലാഞ്ഞിട്ടും അവർക്കുള്ളിൽ സഹിക്കാൻ കഴിയാത്തൊരു വേദന ചിറകടിച്ചു വരിക തന്നെ ചെയ്തു. അമ്മേ, ഞങ്ങളുടെ അമ്മയെ അർഹിക്കാത്ത ഒരാൾക്ക് വേണ്ടി ഈ കണ്ണിങ്ങനെ നിറയരുത്. അവരുടെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ കാണെ കാശി മെല്ലെ പറഞ്ഞു. അവൻ പറഞ്ഞത് ശരിയെന്ന പോലെ മനു തലയാട്ടി. അമ്മ കരഞ്ഞതല്ലടാ, അറിയാതെ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. മുഖമൊന്ന് അമർത്തി തുടച്ച് രണ്ടാളെയും നോക്കി പുഞ്ചിരിച്ചു പറഞ്ഞുകൊണ്ട് അരുന്ധതി ആ പടികൾ അമർത്തി ചവിട്ടിക്കയറി. ജഗന്നാഥനും ദേവകിയും ആദിയുമൊക്കെ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഫോട്ടോയിൽ കാശിയും അപ്പുവും കാണിച്ചു കൊടുത്തിരുന്നത് കൊണ്ട് തന്നെ അരുന്ധതിക്ക് ഇനി ഒരു പരിചയപ്പെടലിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. മോളെ. അരുന്ധതി സെറ്റിയിലേക്ക് ഇരുന്നതും ജഗന്നാഥൻ വിളിച്ചു. ഭാവഭേദം ഒന്നും തന്നെ ഇല്ലാതെ അരുന്ധതി മുഖമുയർത്തി എന്തെന്ന പോലെ അയാളെ നോക്കി. മോളെ, നീ ഞങ്ങളോട് ക്ഷമിക്കണം. ശരിക്കൊന്ന് അന്വേഷിച്ചുവെങ്കിൽ നിന്നെ അന്നേ കണ്ടെത്താമായിരുന്നു. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. നിന്നോടൊന്ന് മാപ്പ് ചോദിക്കാനുള്ള അർഹത ഞങ്ങൾക്കില്ല. അവരുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാത്ത അത്ര കുറ്റബോധത്തോടെ ജഗന്നാഥൻ പറഞ്ഞു. സാരമില്ല.
എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല. കാരണം എന്താണെന്നോ? എനിക്ക് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ മറ്റാരുമില്ലാന്ന് അറിഞ്ഞിട്ടും എന്നെ അന്വേഷിക്കേണ്ടയാൾ അന്വേഷിച്ചില്ല. ആരോ പറഞ്ഞു കേട്ട ഒരു ഒളിച്ചോട്ട കഥ വിശ്വസിച്ച് എന്നെ അങ്ങ് ഒഴിവാക്കി. അതുപോലെ അമ്മയെ നഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ രണ്ടാളും എൻ്റെ മോൻ അവനെ സംരക്ഷിച്ചില്ലേ? പട്ടിണിക്കിട്ടില്ല. മറ്റാരിലും ചെറുതായോ വലുതായോ അവനെ കണ്ടിട്ടില്ല. നല്ല ആഹാരം, നല്ല വിദ്യാഭ്യാസം ഒക്കെ കൊടുത്തു. എല്ലാത്തിനും ഉപരി അവനെ ചേർത്ത് പിടിച്ച് കരുതലോടെ കൊണ്ടു നടക്കേണ്ടയാൾ അവൻ്റെ അച്ഛൻ അവനെ രണ്ടാം തരക്കാരനായി പോലും പരിഗണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ മനസ്സ് കീറി മുറിക്കാൻ വിടാതെ അവരുടെ കൺവട്ടത്തു നിന്ന് മാറ്റിയല്ലോ. അത് ചിലപ്പോൾ നിങ്ങളുടെ മകൻ്റെ സന്തോഷത്തിനും കൂടെ വേണ്ടിയാണ് എങ്കിൽ പോലും അങ്ങനെ ചെയ്തല്ലോ. അതുപോലെ നിന്റെ അമ്മ കണ്ടവൻ്റെ കൂടെ ഒളിച്ചോടി പോയതല്ലേ? ഞങ്ങൾ എന്തിനു നിന്നെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടാളും അവനെ വേദനിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ടൊക്കെയാണ് ഇന്ന് എൻ്റെ പൊന്നു മോനെ എനിക്കിങ്ങനെ കാണാൻ കഴിഞ്ഞത്. അതിൽ എനിക്ക് നിങ്ങൾ രണ്ടാളോടും തീരാത്ത നന്ദിയുണ്ട്. തൊഴുകൈയോടെ അരുന്ധതി അവരോട് പറഞ്ഞ ഓരോ വാക്കിലും അകത്ത് അവരുടെ ശബ്ദത്തിന് കാതോർത്തിരുന്ന അനന്തൻ്റെ കാതുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടു. നെഞ്ചിൽ കത്തി കുത്തിയിറക്കിയതുപോലെ മുറിവേറ്റു.